മോളൊന്നും വരില്ലേട്ടാ. എന്തേ? വിശേഷമൊക്കെ കേറിട്ട് പറയാം. മാറ് മാറ് മാറ്. താനെങ്ങടെ പോണ വഴിക്ക് ആ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടാ. അയ്യോ, മാർക്കറ്റിൽ പോവാത് ഗവൺമെന്റ് ബസ്സല്ല. തമാശ നിന്റെ ഒരു തമാശ. പോടാ അവിടുന്ന്. തനിക്ക് യൂണിഫോം ഉണ്ടാ? ഇല്ല. ടൈ ഉണ്ടാ? ഇല്ല. ആ, യൂണിഫോം ഇട്ട് ടൈയും കെട്ടി ഒന്ന് വാടന്റെ കൊച്ചന്. മേലോട്ട് കളിക്കരുത്. എന്താണ് ശബരി നിന്റെ തൊട്ടായി? ആ പിന്നെ കളിക്കാണ്ട് പോടാ അവിടുന്ന്. ഇറങ്ങ. ഇത് വരാൻ വരാൻ വരാനാ പറഞ്ഞത്. എന്തു പറ്റി നോക്കുന്നു? എന്തടോ പറയാ, കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ? അതിന് മുതിർന്ന ഒരു വാളെടുത്ത് തുള്ളാൻ നിന്നാലോ? ഇതിനെ ചൊല്ലിയ ഈ കണ്ട പൂക്കാറൊക്കെ ഉണ്ടായത്. താനിത് ആരും കാണാതെ ആ കൊച്ചിനൊന്ന് കൊടുത്തോളൂ കേട്ടോ. അയ്യോ മോളെ, ഭക്ഷണങ്ങളല്ലേ? അപ്പൊ പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കുക? കഴിക്കാതെ പിന്നെ? ഏയ് നിക്ക്, അങ്ങനെ ഇങ്ങ് പിണങ്ങാതെ. ഇതാ നോക്കിക്കേ, എന്താ വാ 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 വരാം വാ. തരാം വാ. മോളിരിക്കെ. പപ്പിയെ തരാം, പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം. അത് സാരമില്ല, അതിന്റെ സൂത്രമുണ്ട്. തരാം മോളെ, തൽക്കാലം വിട്ടിരിക്കട്ടെ. ഏയ് തൊടരുത്. ടാങ് ടടാങ്. ഇതെന്താ? ആ, ഇത് കഴിക്കുന്നതിന് മുമ്പ്. അയ്യോ വേണ്ട, കഴിക്കണ്ട. പക്ഷെ നമുക്കിത് വെച്ചൊരു കളി കളിക്കാം. അയ്യോ ഇത് ബോളല്ല, ഇത് ഉണ്ണിയപ്പം. കണ്ടം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ? ഞാനാണ് വയസ്സം പൂച്ച. മടിയം പൂച്ചയ്ക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും. അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിന് ഉണ്ണിയപ്പം കക്കാൻ. ഗീതു മോളാണ് ചുണ്ടലിക്കുഞ്ഞ്. നമുക്ക് കളി തുടങ്ങാം. വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു. തുടങ്ങാം. എണ്ണം കുറഞ്ഞു എന്നൊരു സംശയം. കുറയാൻ വഴിയില്ല. പൂച്ച വീണ്ടും ഉറക്കമായി. വീണ്ടും എണ്ണം കുറഞ്ഞു. കുറയാൻ വഴിയില്ലല്ലോ. പൂച്ച വീണ്ടും ഉറക്കമായി. കുറയുന്നെങ്കിൽ കുറയട്ടെ. പൂച്ച വീണ്ടും ഉറക്കമായി. മോളുടെ വയറ് അറിഞ്ഞോ? ആ കണ്ടോ കണ്ടോ, ഗീതു മോള് ചോറുണ്ടത് കണ്ടോ? ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യ. കൈ എഴുതുക. ഇനിതാ മോളുടെ പപ്പി.
മണിക്കുട്ടി വാ കഴിയിട്ട് പോ. മണിക്കുട്ടിയോ? ഞാൻ മണിക്കുട്ടിയല്ല, ഗീതുവാ. ഞാൻ എന്താ മോളെ പറയാ, ഒരുപാട് സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകിട്ടി ഏതോ ദൂരത്തേക്ക് ഓടിപ്പോയ ഞങ്ങളുടെ മണിക്കുട്ടിയെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? പൊക്കോ. എന്റെ ഈശ്വര, കന്യാശ്രമത്തിലേക്കാണല്ലോ അച്ഛന്റെ പോക്ക്. കൊറേ കാലായി നിന്നെ ഞാൻ നോട്ടം ഇട്ടിരിക്കുകയായിരുന്നു. നിന്നെ എന്റെ കൈ കിട്ടില്ലെന്ന് കരുതിയല്ലേ? എടി മോളെ, ഇതുപോലെ എത്ര എണ്ണത്തിനെ ഈ മഠത്തിലെ അച്ഛൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമോ? നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. കളിക്കാനും ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വാ. പറഞ്ഞ മാതിരി കേട്ടോളണം. അങ്ങനെ നാണിച്ചോടല്ലേ മോളെ. ആരേത്? ഞാനാ. തനിക്ക് എന്താ ഇവിടെ കാര്യം? വെറുതെ രാത്രി മഠത്തിന്റെ വാരൊക്കെ വെറുതെയോ? ഞാൻ മൂത്രമൊഴിക്കാൻ വന്നതാ. മൂത്രം ഒഴിക്കാൻ ഇവിടെയാണോ? അല്ല. പിന്നെ ഒന്നുമില്ല. മുറി പോണോ? ഓ, ബസ്സല്ലോ, വിമാനല്ലേ മോളെ പറക്കുക? ഓ, അങ്കിളൊന്ന് നോക്കട്ടെ ഈ ബസ് ഒന്ന് പറപ്പിക്കാൻ പറ്റുമെന്ന്. ഇത് മോളുടെ ആഗ്രഹമല്ലേ? അതൊന്നും വേണ്ട, ഒരു മന്ത്രമുണ്ട്. ഇത് മോളൊന്ന് കണ്ണടച്ചേ. കള്ളനോട്ടം നോക്കരുത്. ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ചൊല്ലിയാലേ ഏത് കാര്യവും നടക്കും. പിന്നെ ബസ്സിന് ചിറക് മുളയ്ക്കും. നമ്മൾ മെല്ലെ മെല്ലെ ആകാശത്തേക്ക് അങ്ങനെ പൊങ്ങി 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 പൊങ്ങി. ആരും മനങ്ങരുത്, എല്ലാരും ഞാൻ പറയുന്നത് അനുസരിക്കണം. ഡ്രൈവർ, ബസ് നേരെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് വിട്. ഇല്ലെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ എന്റെ കൈകളിലാണ്. ഞാനൊന്ന് വിരളമർത്തിയാൽ. ഏത് പടത്തിലെ ഡയലോഗാണത്? വണ്ടി നേരെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് വിടൂ. യെസ് ബോസ്. മതിയായല്ലോ. അവന്റെ ഒരു തോക്കും വണ്ടി റാഞ്ചിൽ. ടെലിവിഷൻ തുറന്ന ഇത് തന്നെയല്ലേ ഉള്ളൂ. അവിടെ വിമാന റാഞ്ചി, ഇവിടെ കപ്പൽ റാഞ്ചി. എല്ലാരും ഇറങ്ങ, ടയർ വരണം. മാറി 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 മാറി. എന്താ ഇത്? ടയർ മാറ്റുക. ഗീതു, come here. ഉണ്ടായിരിക്കും കുട്ടികളെ. സൈലൻസ്. താൻ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണല്ലേ? ഇതിന് കംപ്ലൈന്റ് ചെയ്യാൻ എനിക്കറിയാം. അയ്യോ സാർ, കുട്ടികൾ രസത്തിന് ചുമ്മാ ചുറ്റും കൂടിയുന്നുള്ളൂ. ആഹാ, ഇയാൾ അങ്ങനെ രസിപ്പിക്കണ്ട. ഗീതു, കാറി കയറൂ. പറയുന്ന അനുസരിക്കൂ, കാറി കയറൂ.
സാർ ബസ് പോയി, മോളെ ഞങ്ങൾ ഇറക്കിക്കോളാം. അത് താനാണോ തീരുമാനിക്കേണ്ടത്? തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ. കുട്ടികളെ വഴിയിൽ ഇറക്കരുത് മദർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃത്യമായി ബസ്സിലങ്ങ് എത്തിക്കോണം. അമ്മൂമ്മയുടെ അവിടെ ഇറങ്ങരുത്. ആരാ ഇത് മോളത്? Green signal, start, go. Come on, fast, fast, fast. Turn left, danger, junction. Stop, turn left. Don't go fast. Turn left, signal. Don't go fast. Don't go fast. Stop it, turn left. Oh, traffic jam. Oh, San Francisco ippolu itra traffic illallo. എവിടെ പോയി കിടക്കുന്ന ഈ കുട്ടി? ഇനിയും കുട്ടികളി മാറി. ആക്സിഡന്റ്. ഹലോ ഗീതുമോളെ. ഹായ് മമ്മി. പാർക്കിൽ വെച്ച് എന്താ മോളെ പറ്റിയത്? സുമാൻറ്റി പറഞ്ഞു. വീണു കാറിടിച്ചു. എന്റെ നെറ്റി പൊട്ടി ചോര വന്നു. എന്നിട്ട് ഡാഡി മരുന്ന് വെച്ചു. ആരാ മോളെ? മമ്മി, ഞാൻ ഡാഡിയുടെ അടുത്ത് കൊടുക്കാം. പേടിക്കാനൊന്നുമില്ല, മോള് കളിച്ചപ്പം വീണതാ. ആരാ കുഞ്ഞ്? ഇങ്ങ് തരൂ. ഹലോ, ചെറുകുന്നം ഭാസ്കർ പിള്ള ഹിയർ. താൻ എന്താടോ പാക്കരപ്പിള്ളേ ഫോണിന്റെ അടുത്ത് പെറ്റി കിടക്കുക? അതെ, സയാമീസ് ഇരട്ടകളാ. പോടോ പൊതുവാളെ. അതെ, പൊതുവാളെ തന്നെയാ. തന്നെക്കാളും മുന്തിയ ജാതി തന്നെയാടോ പേട്ടക നായേരേ. കുട്ടിക്ക് എന്താ വിശേഷം? അത് പറയടോ. കുട്ടിക്ക് നിക്കാരഗ്വ എന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇനി എന്തുവാ തനിക്ക് അറിയേണ്ടത് പേട്ട പൊതുവാളെ? ഇനി എനിക്ക് അറിയേണ്ടതേ തന്റെ 16 അടിയന്തരം ഉണ്ണണമെന്ന് എനിക്ക് ചെറിയൊരു മോഹമുണ്ട്. അതെന്നാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. തന്റെ അമ്മയുടെ നായരുടെ 16 അടിയന്തരം നടത്താൻ പോകുന്ന ചൂലേ ആരാ? അതിന്റെ ഇതില് താൻ ഫോണിങ്ങിതാ. താൻ ആരോടാ സംസാരിക്കുന്നറിയോ? എടോ കളിച്ച് ആശാന്റെ കളിക്കുന്നോ? മിസ്റ്റർ ഭാസ്കർ പിള്ളേ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോണിൽ അനാവശ്യം പറയരുതെന്ന്? യു അൺസിവിലൈസ്ഡ് ഇഡിയറ്റ്. അതൊരു പുതിയ വാക്കാണല്ലോ. ഗീതുവിന് എന്താ പറ്റിയത്? തറ പറ്റി. കളിച്ചുകൊണ്ടിരുന്നപ്പോ പാർക്കി വീണു. എന്താ വീഴാൻ പാടില്ലേ? കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും. നിങ്ങളോട് ആരാ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ. കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കുട്ടിയെ നിങ്ങൾ കെയർലെസ് ആയിട്ടാ നോക്കുന്നതെന്ന് എനിക്കറിയാം. ഐ വോണ്ട് അലോ സച്ച് ഇറസ്പോൺസിബിലിറ്റീസ്. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കോർട്ടിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടതായി വരും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഇനിയൊരു അവസരത്തിലാവട്ടെ. വേദന ഉണ്ടോ മോളെ? ആ വേദന മാറ്റാൻ അങ്കിളുടെ ഒരു മന്ത്രമുണ്ട്. മോളൊന്ന് കണ്ണടച്ചേ. തള്ളക്കണ്ണി നോക്കാതെ കണ്ണടക്കി. ഓം ക്രീം ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രം ബലിച്ചില്ലേ? എന്ന വേറൊരു വിദ്യയുണ്ട്. ഇപ്പോഴോ? ഇപ്പോ പോ കുസൃതി. ആ ഇനി ഇത് മാറാൻ ഒറ്റ വഴിയുള്ളൂ. ആരാ മോളുടെ മേത്ത് കാറടിച്ചത്? അവന് ഡ്രൈവറെങ്കിലും ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്റെ ഗീത മോളെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല. മോള് പറ, എന്ത് ശിക്ഷ നമ്മൾ കൊടുക്കുക? കൊല്ലേ? കൊല്ലണ്ട, ചെറിയ കുട്ടിയല്ലേ. പിന്നെയോ? വഴിയുണ്ട്.